വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണമോ ഉറപ്പു നൽകിയ വസ്തുക്കളോ തിരികെ നൽകുമെന്ന് സീഡ് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സൊസൈറ്റി തലവനായ അനന്തകൃഷ്ണൻ പുറത്തിറങ്ങിയാൽ മാത്രമേ അതിന് സാധിക്കൂ. സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും തന്നെ തങ്ങൾക്ക് അറിവില്ല എന്നും ഇവർ പറഞ്ഞു. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണമോ ഉറപ്പ് നൽകിയ വസ്തുക്കളോ നൽകുമെന്ന് സീഡ് സൊസൈറ്റി ഭാരവാഹികൾ കട്ടപ്പന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സൊസൈറ്റി തലവനായ അനന്തകൃഷ്ണൻ പുറത്തിറങ്ങിയാൽ മാത്രമേ അതിന് കഴിയൂ എന്നും പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങളൊന്നും തങ്ങൾക്ക് അറിയില്ല എന്നും ഇവർ പറഞ്ഞു. ജിയോ കോൺഫെഡറേഷന്റെ ചെയർമാൻ ശ്രീ KN ആനന്ദകുമാർ സാറും സെക്രട്ടറി അനന്തു കൃഷ്ണനുമാണ്. സ്പിയാഡ്സിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ശ്രീമതി ഷീബ സുരേഷും സെക്രട്ടറി സുമ അനിൽകുമാറുമാണ്. അവരുടെ എല്ലാ നേതൃത്വത്തിലാണ് ഈ പ്രോജക്റ്റുകളും സൊസൈറ്റികളുടെ കാര്യങ്ങളും മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അവരുടെ എല്ലാ നേതൃത്വത്തിലാണ്. അല്ലാതെ അനന്തു കൃഷ്ണൻ എന്ന ഒരു വ്യക്തിയുടെ മാത്രം ഒരു ഇതിലല്ല ഇതെല്ലാം പോകുന്നത്. നാട് വിട്ടതല്ല, അത് അദ്ദേഹത്തിന്റെ മോളുടെ പ്രസവ സംബന്ധമായ ഒരാവശ്യത്തിന് 20 ദിവസത്തെ ലീവ് എടുത്ത് അദ്ദേഹം വെളിയിൽ പോയിരിക്കുന്നതാണ്. തിരികെ എത്തുകയും ചെയ്യും. പണം എല്ലാവർക്കും തിരികെ നൽകും, അതിന് സാർ പുറത്തിറങ്ങണം. സൊസൈറ്റി നേതാവായ അംഗം രാജി വിട്ടെന്ന പ്രചരണം ശരിയല്ല. മകളുടെ കുട്ടിയെ നോക്കാൻ UK പോയതാണ്. പണം ഏതൊക്കെ അക്കൗണ്ടുകൾ വഴി എത്തി എന്നത് തങ്ങൾക്കറിയില്ല. ഏതൊക്കെ കമ്പനികളാണ് CSR ഫണ്ട് നൽകിയതെന്നും അറിയില്ലെന്നും ജില്ലാ കോർഡിനേറ്റർ ആലീസ് വർഗീസ്, രാജമരാജൻ, ബിൻസി ജോസഫ്, സാലി ജക്കബ്, LC അലക്സ്, ജ്യോതിമണി, മഞ്ജു, യമുന പ്രദീപ്, റീന ടോമി, ഷെറി തോമസ്, സൂസൻ ജോസഫ് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.